വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും വാട്സപ്പ് നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വരുന്നതെല്ലാം ശരിയാവണം എന്നില്ല. പലപ്പോഴും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഫേക്കാണ്, ഫേക്ക് ന്യൂസ് എന്ന് പറയും. എന്ത് പഠിച്ചുകൂടാ, നമുക്ക് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം. അതൊക്കെ വായിച്ച് പല ആളുകളും പല അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടും. പക്ഷെ പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, പ്രത്യേകിച്ച് ദീപിക പോലുള്ള പത്രങ്ങൾ വായിച്ചാൽ അതിലൊരു വ്യാജ വാർത്ത ഉണ്ടാവില്ല എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ വ്യാജ വാർത്തകളുടെ കാലത്ത് ദീപിക പോലുള്ള പത്രങ്ങൾ വായിക്കുമ്പോൾ ആ വ്യാജ വാർത്തയുടെ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ സാധിക്കും. കൃത്യമായ അറിവ് നേടാൻ, കൃത്യമായ വാർത്ത ലഭിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ദീപിക ദിനപത്രം ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു പത്രം നമ്മുടെ ഭാഷാ പദ്ധതിയുമായി കടന്നു വരികയും അത് നമ്മുടെ ഈ ചെങ്കൽ സ്കൂളിൽ തന്നെ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറ്റവും പ്രൗഢഗംഭീരമായി സംഘടിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്.